തിരുവോണമായിട്ട് കാലത്ത് തന്നെ ചെറിയൊരു പൂക്കളമൊക്കെ ഇട്ട് കുളിച്ചൊന്ന് വിളക്ക് കൊളുത്തി. ഓണമൊക്കെ അല്ലേ, നല്ല ദിവസമായിട്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പോയത് അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലാണ്. അമ്പലത്തിൽ കയറി തൊഴുത് അവിടുത്തെ ഭീമൻ പൂക്കളമൊക്കെ കണ്ടിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും അടുക്കളയിൽ അമ്മ പരിപ്പ് പായസത്തിനുള്ള ശർക്കര ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടേബിളിൽ നോക്കിയപ്പോൾ ഏകദേശം കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി ഐറ്റംസും കൂടി ആവട്ടെ എന്ന് വെച്ച് കാത്തിരുന്നു. അങ്ങനെ ഉച്ചയായി. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് സാധനങ്ങളൊക്കെ വിളമ്പിയ ഉടനെ തന്നെ ഞാൻ പണി തുടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ ചോറുണ്ടപ്പം പരിപ്പും നെയ്യുമാണ് കഴിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ എൻ്റെ അടുത്തിരിക്കുന്ന പാർട്ട്ണർ പരിപ്പ് വിരോധി ആയതുകൊണ്ട് തന്നെ സാമ്പാറാണ് ആദ്യമായിട്ട് എടുത്തത്. നല്ല ചൂട് ചോറിൽ നെയ്യും പരിപ്പും കൂടി ഒഴിച്ച് അതിലൊരു പപ്പടവും കൂടി പൊടിച്ച് ഒരു ഉരുള അങ്ങോട്ട് വായിൽ വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അടുത്തതായിട്ട് ഞാൻ എടുത്തത് സാമ്പാറായിരുന്നു. വഴുതനങ്ങയും തക്കാളിയും ഒക്കെ ഉള്ളൊരു സാമ്പാറായിരുന്നു. വറുത്തരച്ച ടൈപ്പ് സാമ്പാറായതുകൊണ്ട് നല്ല സ്മെല്ലായിരുന്നു സാമ്പാറിന്. അപ്പോൾ സാമ്പാർ ഒറ്റയ്ക്കാവണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ കുറച്ച് കാളനും കൂടി അതിൻ്റെ ഒപ്പം കൂട്ടി ഒരു പിടി പിടിച്ചു. അങ്ങനെ ചെസ്നം വറുത്തരി തൈരും ചോറും കൂട്ടി അടുത്ത പിടി പിടിക്കാമെന്ന് വെച്ച്. അപ്പോൾ തൈര് നല്ലോണം കൂട്ടിക്കുഴച്ച് അങ്ങ് തൈര് ഒറ്റയ്ക്കാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെയും ഞാൻ കുറച്ച് കാളനാണ് തൈരിൻ്റെ ഒപ്പം കഴിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാളം മാത്രമാണ് ഞാൻ എടുത്തതെന്ന്. അല്ല, ഇലയിൽ ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഞാൻ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഇടവും വല്ലതും നോക്കിയില്ല, ഇല മൊത്തം ക്ലീനാക്കി. അപ്പോൾ ഇതാ വരുന്നു പരിപ്പ് പായസം. പരിപ്പ് പായസം ഒറ്റക്കായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പാലടയും കൂടി അതിൻ്റെ ഒപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പായസം വേറെ വേറെ ആയിട്ട് കഴിച്ചു നോക്കി, നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ അവസാനം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ചു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ തിരുവോണ സദ്യ ഇങ്ങനെയൊക്കെയായിരുന്നു. നിങ്ങളുടെ അടിപൊളിയായിരുന്നു വിചാരിക്കുന്നു. ഹാപ്പി ഓണം.